5000 കോടി രൂപയുടെ ആസ്തി കേൾക്കുമ്പോൾ തന്നെ ആരുടെയും കണ്ണു തള്ളുന്ന സമ്പത്ത്. ഏകദേശം 72 കോടി രൂപ വിലമതിക്കുന്ന ആഡംബര കാറുകളുടെ ഒരു വൻ ശേഖരം തന്നെ അയാൾക്കുണ്ടായിരുന്നു. ആസ്റ്റൺ മാർട്ടിൻ, ഫെറാറി, പോർഷെ, ബെന്റ്ലി, ലംബോർഗിനി എന്നിങ്ങനെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകൾ ആ ഗ്യാരേജിൽ കിടന്നു. ഓരോ ദിവസവും തന്റെ ഇഷ്ടാനുസരം ഓരോ കാറുകൾ എടുത്ത് അയാൾ പുറത്തിറങ്ങി. ഒരു ദിവസം ബാറിൽ പോയാൽ 1-2 ലക്ഷം രൂപയാണ് അയാൾ പൊടിച്ചെറിയുന്നത്. രാജകീയ യാത്രകൾ, താൻ ആഗ്രഹിക്കുന്നതെന്തും സാധിച്ചു കൊടുക്കാൻ പരിചാരകരുടെ ഒരു പട, സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം, കിങ് ബി.ഡി കമ്പനി. അവിടെ അയാൾക്ക് കീഴിൽ പണിയെടുക്കുന്നത് 12,000 ജീവനക്കാർ. പണം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്ന് വിശ്വസിച്ച ആ മനുഷ്യന്റെ പേരാണ് നിഷാം. സ്വപ്നം കാണാൻ പോലുമാകാത്ത ആഡംബരത്തിന്റെ അഗാധതയിൽ മുങ്ങി നടന്ന ആ മനുഷ്യന്റെ ജീവിതം മാറിമറിഞ്ഞത് പണത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു രാത്രിയിലാണ്. ശോഭ സിറ്റിയിലെ ആഡംബര ഫ്ളാറ്റിലേക്ക് പാതിരാത്രി 3 മണിക്ക് മദ്യപിച്ച് ലഹരിക്ക് അടിമപ്പെട്ട അവസ്ഥയിൽ അയാൾ വരികയാണ്. അവിടെ ഗേറ്റിൽ കാവൽ നിന്നിരുന്നത് ചന്ദ്രബോസ് എന്നൊരു സാധാരണക്കാരനായിരുന്നു. ഒരു ദിവസം 7000 അല്ലെങ്കിൽ 8000 രൂപ മാസ ശമ്പളത്തിൽ തന്റെ കുടുംബം പോറ്റാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്ന ഒരു പാവം സെക്യൂരിറ്റിക്കാരൻ. പാതിരാത്രി വന്ന വാഹനം കണ്ടപ്പോൾ സ്വാഭാവികമായ സംശയത്തിന്റെ പേരിൽ ഗേറ്റ് തുറക്കാൻ അല്പം വൈകുകയും ഐഡന്റിറ്റി കാർഡ് ചോദിക്കുകയും ചെയ്തു. അത്രേ ആ പാവം ചെയ്തുള്ളൂ. പക്ഷേ 5000 കോടിയുടെ അധിപനായ നിഷാമിന് അത് സഹിച്ചില്ല. തന്റെ വാഹനമെടുത്ത് ആ പാവം മനുഷ്യനെ അയാൾ ഇടിച്ചു തെറിപ്പിച്ചു. ഭിത്തിയിൽ ചേർത്ത് വണ്ടി വെച്ച് ഞെരിച്ചു. എന്നിട്ടും കരുതിരാതെ വണ്ടിക്കകത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഒരു തരുമ്പെങ്കിലും ഇളവ് കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ഒരു പാവം മനുഷ്യനെ അയാൾ മൃഗീയമായി കൊലപ്പെടുത്തി. പക്ഷേ നിയമത്തിന് മുന്നിൽ അയാളുടെ കോടികൾക്ക് വിലയുണ്ടായിരുന്നില്ല. വിചാരണയ്ക്കൊടുവിൽ കോടതി നിഷാമിന് ജീവപര്യന്തവും അതിനു പുറമെ 24 വർഷത്തെ കഠിന തടവും 80 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ആ 80 ലക്ഷത്തിൽ 50 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് നൽകാനായിരുന്നു വിധി. തനിക്ക് ലഭിച്ച വലിയ വാഗ്ദാനങ്ങളും സാമ്പത്തിക പ്രലോഭനങ്ങളും ചന്ദ്രബോസിന്റെ ഭാര്യ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അവർക്കൊപ്പം നിന്ന മറ്റൊരു സെക്യൂരിറ്റിക്കാരനായ സാക്ഷിയും ഒട്ടും പ്രലോഭനങ്ങളിൽ വീഴാതെ അവസാനം വരെ സത്യത്തിനൊപ്പം നിന്നു. എന്നിട്ടും നിഷാമിന്റെ അഹങ്കാരം തീർന്നില്ല. പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയിട്ടും അയാൾ തന്റെ പണത്തിന് ഹുങ്ക് കാണിച്ചു. ജയിലിലെ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും സ്വാധീനിച്ച് അയാൾ അവിടെയും ഒരു രാജാവിനെ പോലെ വാണു. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അയാൾ ബിസിനസ് ഇടപാടുകൾ നടത്തി. ജയിലിൽ ഒരു തടവുകാരന് ക്യാന്റീനിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ 800 രൂപയുടെ പരിധിയാണുള്ളത്. നിഷാം എന്തു ചെയ്തു? മറ്റു തടവുകാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ച് അവരുടെ 800 രൂപയുടെ കോട്ട കൂടി അയാൾ സ്വന്തമാക്കി. അങ്ങനെ ദിവസവും ചിക്കനും മട്ടനും അടക്കമുള്ള വിരുന്നുകൾ ജയിലിൽ അയാൾ കഴിച്ചു. തന്നെ എതിർക്കുന്നവരെ നേരിടാൻ ജയിലിൽ വെച്ച് തന്നെ അയാൾ കൊട്ടേഷൻ കൊടുത്തു. ചിലരുടെ കാലിൽ ചൂടുവെള്ളം ഒഴിക്കാൻ വരെ അയാൾ പണം നൽകി. തന്റെ ജയിൽ മുറി വൃത്തിയാക്കാനും തന്നെ പരിചരിക്കാനും മറ്റു തടവുകാരെ അയാൾ ശമ്പളം കൊടുത്തു നിർത്തി. ജയിലിനുള്ളിലും അയാൾ സമാന്തര ഭരണം നടത്തി. എന്നാൽ കാലം അയാൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. 2015 മുതൽ കഴിഞ്ഞ 11 വർഷമായി അയാൾ ജയിലഴിക്കുള്ളിലാണ്. പുറത്തിറങ്ങാൻ വേണ്ടി പ്രഗത്ഭരായ അഭിഭാഷകരെ വെച്ച് അയാൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പലതവണ ജാമ്യാപേക്ഷ നൽകി. താനൊരു പുണ്യാളനാണെന്ന് കാണിച്ചുകൊണ്ട് നാട്ടുകാരെ കൊണ്ട് ഒപ്പിടിവിച്ച് പ്രമേയം വരെ കോടതിയിൽ നൽകി. പലതവണ സുപ്രീം കോടതിയും അടുത്തിടെ ഹൈക്കോടതിയും അയാളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പായി. കാരണം മനസാക്ഷിയെ നൽകിയ ആ കൊടും ക്രൂരതയ്ക്ക് ഇളവ് നൽകാൻ നിയമത്തിന് സാധിക്കില്ലായിരുന്നു. ഇന്ന് ആ 5000 കോടിയുടെ അധിപന്റെ അവസ്ഥ എന്താണെന്നോ? പുറത്തയാൾക്ക് സ്വന്തമായിരുന്ന 72 കോടിയുടെ ആഡംബര കാറുകൾ പലതും ഇന്ന് പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തം സഹോദരങ്ങൾ തന്നെ കൈവശപ്പെടുത്തി. ഇഷ്ടം പോലെ പണവും ആഡംബരവും ഉണ്ടായിരുന്ന ആ മനുഷ്യന് ഇന്ന് സ്വന്തമായ ഒരു മൊബൈൽ ഫോൺ പോലുമില്ല. ഭാര്യ ഒന്ന് ഫോൺ വിളിക്കണമെങ്കിൽ പോലും പോലീസുകാരുടെ കാവലിൽ അവരുടെ അനുവാദത്തോടെ മാത്രമേ കഴിയൂ. പണം മാത്രം പോരാ എന്ന് അയാൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. കൊട്ടാര തുല്യമായ AC മുറികളിൽ പതുപതുത്ത മെത്തയിൽ ഉറങ്ങിയിരുന്ന അയാൾ ഇന്ന് വെറും നിലത്ത് ഒരു പായ വിരിച്ച് കൊതുകുകടി കൊണ്ട് ഉറങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. വിശപ്പിന്റെ രുചിയും ഉറക്കത്തിന്റെ സുഖവും അയാൾക്ക് നഷ്ടമായി. ബാറിൽ ലക്ഷങ്ങൾ പൊടിച്ചിരുന്ന അയാൾക്ക് ഇന്ന് പച്ചവെള്ളവും ജയിലിലെ സാധാരണ ഭക്ഷണവും മാത്രമാണ് ഗതി. കൂട്ടായി കൊലപാതകങ്ങളും ക്രിമിനലുകളും മാത്രം. പണം കൊണ്ട് എന്തും നേടാമെന്ന അഹങ്കാരത്തിന് കാലം നൽകിയ മറുപടിയാണിത്. ഇരുട്ടറയിലെ ആ 4 ചുവരുകൾക്കുള്ളിൽ തന്റെ സകല സ്വാധീനങ്ങളും നഷ്ടപ്പെട്ട് ഒരു നിസ്സഹായനായ യാചകനെ പോലെ ശൂന്യതയിലേക്ക് നോക്കി അയാൾ ചക്രശ്വാസം വലിക്കുകയാണ്.
സമ്പത്ത് ആർക്കും ശാശ്വതമല്ലെന്നും അഹങ്കാരത്തിന് എന്തെങ്കിലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഓർമ്മിപ്പിക്കുന്ന ജീവിക്കുന്ന ഒരു പാഠമായി മുഹമ്മദ് നിസാം ആ ജയിലറയിൽ അവശേഷിക്കുന്നു.